ഡീസൽ വില വർധനവിലും ഫിഷിംഗ് റെഗുലേഷൻ ആക്ടിലും ലക്ഷങ്ങളുടെ നഷ്ടത്തെ തുടർന്ന് മത്സ്യബന്ധന ബോട്ടുകൾ കൂട്ടത്തോടെ പൊളിക്കുന്നു. 10-ലധികം ബോട്ടുകളാണ് ഈ സീസണിൽ പൊളിച്ചു മാറ്റിയത്. നഷ്ടങ്ങളുടെ കണക്ക് മാത്രമുള്ള മത്സ്യബന്ധന മേഖലയിൽ നിലനിൽപ്പ് പ്രതിസന്ധിയിലായതിനെ തുടർന്നാണ് മത്സ്യബന്ധന ബോട്ടുകൾ കൂട്ടത്തോടെ പൊളിച്ചു മാറ്റുന്നത്. പൊന്നാനി, താനൂർ, പരപ്പനങ്ങാടി എന്നിവിടങ്ങളിലെ ഹാർബറുകളിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ 50ഓളം ബോട്ടുകളാണ് പൊളിച്ചു മാറ്റിയത്. എത്ര രൂപക്ക് എടുത്തിട്ട് എത്ര രൂപക്ക് പൊളിക്കാൻ വേണ്ടി കൊടുക്കണേ? ഇതിൽ ഈ സീസണിൽ മാത്രം 10-ലധികം ബോട്ടുകളാണ് പൊന്നാനി ഹാർബറിൽ പൊളിച്ചത്. നഷ്ടമേറെ സംഭവിക്കുന്ന ചെറിയ മരബോട്ടുകളാണ് പൊളിക്കുന്നതിൽ ഭൂരിഭാഗവും. ഡീസൽ വില വർധന കുത്തനെ ഉയർന്നിട്ടും മറ്റു സംസ്ഥാനങ്ങളിലേതുപോലെ സബ്സിഡി നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവുന്നില്ലെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ പരാതി. കൂടാതെ മത്സ്യബന്ധന യാനങ്ങൾക്ക് നൽകുന്ന ഡീസൽ വിലയിൽ റോഡ് സെസ്സും മറ്റ് നികുതികളും ഏർപ്പെടുത്തുന്നതും ഈ മേഖലയെ തകർച്ചയിലാക്കിയിട്ടുണ്ട്. ബോട്ടുകൾ 5-10 ഇപ്പോൾ പൊളിച്ചു, എല്ലാം നഷ്ടമായിട്ട് പൊളിക്കുന്നതാണ്. പണിയെടുക്കാൻ സമ്മതിക്കാനുള്ള ഗവൺമെൻറ് ഫിഷറീസ്. മറ്റേ കര വലിക്കണതിന് ഫൈന്, മറ്റേ രാത്രി വലിച്ച ഫൈന്, അങ്ങനെയെല്ലാം ലക്ഷക്കണക്കിന് രൂപയാണ് ഫൈൻ വരുന്നത്. 2 ലക്ഷം 1.5 ലക്ഷം എല്ലാം ഫൈനിടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് മുതലിക്കാതാണ് ഇപ്പോൾ ഇത് ഓരോരുത്തരും പൊളിച്ച് മാറ്റണത്. അല്ലാതെ പൊളിക്കാനായിട്ട് പൊളിക്കണമെന്നല്ല, ഇത് വാങ്ങിക്കൊണ്ടുപോകാൻ ആരുമില്ല. ഫിഷിംഗ് റെഗുലേഷൻ ആക്ട് ഭേദഗതിയുടെ പേരിൽ ലക്ഷങ്ങളും 10,000ങ്ങളും പിഴ ചുമത്തുന്നത് ബോട്ടുടമകൾക്ക് ഭാരിച്ച സാമ്പത്തിക ബാധ്യതയാണ് വരുത്തിവെക്കുന്നത്. മത്സ്യലഭ്യത കുറഞ്ഞ സീസണിലും ഇത്തരത്തിൽ പിഴ ചുമത്തുന്നത് മൂലം വലിയ നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. 12 മുതൽ 15 വർഷം പഴക്കമുള്ള ബോട്ടുകളുടെ രജിസ്ട്രേഷൻ പുതുക്കി നൽകാത്തതും ഈ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഇതുമൂലം നിരവധി മത്സ്യബന്ധന യാനങ്ങൾ പൊളിച്ചു കളയേണ്ട ഗതികേടിലാണ് ബോട്ടുടമകൾ. ഇതിനു പുറമെ മത്സ്യലഭ്യത കുറഞ്ഞതും ലഭിക്കുന്ന മത്സ്യത്തിന് വിപണിയിൽ വില ലഭിക്കാത്തതും തീരദേശ മേഖലയെ പട്ടിണിയിലാക്കി. ഇതോടെ ബോട്ടുകൾ കടലിൽ പോകാതെയായി. ബോട്ടുകൾ വാങ്ങാൻ ആളുകൾ തയ്യാറാകാത്തതോടെ കിട്ടിയ വിലയ്ക്ക് ബോട്ടുകൾ പൊളിച്ചു വിൽക്കുകയാണ്. NCV ന്യൂസ്, പൊന്നാനി. 1000 വിവാഹങ്ങൾക്ക് ഒരേയൊരു ബ്യൂട്ടി. ബ്യൂട്ടി സിൽക്സ്, എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പെരിന്തൽമണ്ണ.